നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തട്ടിപ്പിന്റെ തിമിംഗലങ്ങൾ. ATM തട്ടിപ്പിൽ റുമേനിയൻ സംഘത്തിന് സാങ്കേതിക സഹായം നൽകിയത് ബൾഗേറിയ കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര സംഘമെന്ന് കണ്ടെത്തൽ. ചോർത്തിയെടുത്ത അക്കൗണ്ട് രഹസ്യങ്ങൾ ഡീക്രിപ്റ്റ് ചെയ്തത് ബൾഗേറിയയിൽ. വിവരങ്ങൾ ആധാരമാക്കി മുംബൈയിൽ വ്യാജ ATM കാർഡുകൾ നിർമ്മിച്ചതായും അന്വേഷണ സംഘം. തലസ്ഥാനത്ത് നിന്ന് അത്യാധുനിക സാങ്കേതിക സംവിധാനം വഴി ചോർത്തിയത് 400-ലധികം പേരുടെ ബാങ്ക് അക്കൗണ്ട് രഹസ്യങ്ങൾ. അതേസമയം SBI സെർവറുകളിലെ മുഴുവൻ രഹസ്യങ്ങളും ചോർത്തിയതായി കണ്ടെത്തിയിട്ടില്ലെന്നും IG മനോജ് എബ്രഹാം. മുഖ്യപ്രതി ഗബ്രിയേൽ മരിയനിലിയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ATMകളിൽ ഹാക്കിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ഗബ്രിയേലിന്റെ മൊഴി. 5-അംഗ റുമേനിയൻ സംഘത്തിൽ കേരളത്തിലെത്തിയത് 3 പേർ മാത്രം. അതിനിടെ ATM തട്ടിപ്പുകൾ ബാങ്കിംഗ് സംവിധാനത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിൽ പോലീസ് റിപ്പോർട്ട്. വഴിമുട്ടുന്ന അഴിച്ചുപണി. ഗ്രൂപ്പുകളുടെ എതിർപ്പിൽ വഴിമുട്ടി കോൺഗ്രസ് പുനഃസംഘടന. ആദ്യം പുനഃസംഘടനയും പിന്നീട് തിരഞ്ഞെടുപ്പും എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം അപ്രായോഗികവും അനാവശ്യവുമെന്ന നേതാക്കൾ. പുനഃസംഘടനയ്ക്ക് നേതൃത്വം നൽകാനുള്ള ഉന്നതാധികാര സമിതിയിൽ പേര് നൽകാതെ ഗ്രൂപ്പുകളുടെ നിസ്സഹകരണം. പുനഃസംഘടനയ്ക്ക് പകരം തിരഞ്ഞെടുപ്പിനായുള്ള മുറവിളിക്ക് പിന്നിൽ സുധീരനെ മാറ്റുകയെന്ന രഹസ്യ അജണ്ടയെന്ന് വ്യക്തം. KPCC അധ്യക്ഷനെ തൽക്കാലം മാറ്റാൻ താല്പര്യമില്ലാത്ത ഹൈക്കമാൻഡ് നിലപാടിനോട് നീരസം മനസ്സിലൊതുക്കി AI ഗ്രൂപ്പുകൾ. തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ സമ്പൂർണ്ണ മാറ്റം അനിവാര്യമെന്ന് വാദം. താഴ്വരയിലെ തണുപ്പൻ മട്ട്. കാശ്മീർ സമാധാനത്തിന് സർവകക്ഷി സംഘം വേണ്ടെന്ന കേന്ദ്ര നിലപാടിൽ നീരസം കടുപ്പിച്ച് പ്രതിപക്ഷം. 1 മാസത്തിലേറെയായി തുടരുന്ന സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനുള്ള പ്രതിപക്ഷ നിർദ്ദേശങ്ങളെല്ലാം സർക്കാർ തള്ളി. സംഘത്തെ അയക്കുന്ന കാര്യം പിന്നീട് പരിഗണിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രശ്നപരിഹാര ചർച്ചയ്ക്കായി വിളിച്ച യോഗത്തിൽ കാശ്മീർ സംഘർഷങ്ങളുടെ പേരിൽ പാകിസ്ഥാനെ വിമർശിച്ച് പ്രധാനമന്ത്രി. സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ നീക്കത്തെ ബലഹീനതയായി കാണരുത്. സംയമനം പാലിക്കാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയതായും നരേന്ദ്രമോദി. കാശ്മീരിൽ ജനജീവിതം സാധാരണ നിലയിലാക്കുന്നതിന് പ്രഥമ പരിഗണന എന്ന ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. പാർലമെന്റ് സമ്മേളനം അവസാനിച്ച സാഹചര്യത്തിൽ കാശ്മീർ വിഷയത്തിലെ കേന്ദ്ര അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിന് മറ്റു വഴി തേടി പ്രതിപക്ഷം. അസമിൽ ആക്രമണം. അസമിൽ തീവ്രവാദികൾ നടത്തിയ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ബറ്റാലിയൻ കമാൻഡോ ഉൾപ്പെടെ 2 പേർ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. കർബി ജില്ലയിലുണ്ടായ ആക്രമണത്തിന് പിന്നിൽ കർബി പീപ്പിൾസ് ലിബറേഷൻ ടൈഗർ എന്ന സംഘടനയെന്ന് നിഗമനം. അക്രമികൾക്കായി തിരച്ചിൽ തുടരുന്നു. വെള്ളി ചൂടിയ സ്വർണ്ണഖനി. 22 സ്വർണം കുത്തി റെക്കോർഡിട്ട മത്സ്യരാജിന് ഇന്ന് വെള്ളിപ്പതക്കം. റിയോ ഒളിമ്പിക്സിൽ 100 മീറ്റർ ബട്ടർഫ്ലൈ സ്ട്രോക്കിൽ അമേരിക്കൻ നീന്തൽ ഇതിഹാസം മൈക്കൽ ഫെൽപ്സിന് വെള്ളി മാത്രം. ഫെൽപ്സിനെ പിന്നിലാക്കി കനകം കൈക്കലാക്കിയത് സിംഗപ്പൂർ. റിയോയിൽ 4 സ്വർണം അണിഞ്ഞ ജലരാജിന്റെ ഗോൾഡ് അക്കൗണ്ടിൽ നിക്ഷേപം 22. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2890 രൂപ, പവൻ 23,120 രൂപ, വെള്ളി ഗ്രാമിന് 50 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.